കാസർഗോഡ് കുമ്പളയിൽ വീടിനോട് ചേർന്ന മതിലിടിഞ്ഞു വീണു. കഞ്ചിക്കട്ടയിലെ കെ വി സുരേഷിന്റെ വീട്ടിലാണ് അപകടം. വീടും അപകടാവസ്ഥയിലാണ്. സംഭവ സ്ഥലത്ത് നിന്ന് അരുൺ പൂപ്പറമ്പ് വിശദീകരിക്കുന്നു. കേൾക്കാം. ആ റോഷ്നി, യഥാർത്ഥത്തിൽ തലനാരിഴക്കാണ് വലിയ അപകടം ഒഴിവായത്. അതിന്റെ ദൃശ്യത്തിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. അല്പം ഒന്ന് മാറിയിരുന്നെങ്കിൽ, അതായത് കുറച്ചുകൂടി മണ്ണ് ഇടിഞ്ഞിരുന്നെങ്കിൽ ഈ വീട് തന്നെ വലിയ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് മാറുമായിരുന്നു. ഇവിടെ ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായത്. ആ വീട്ടിൽ ഗൃഹനാഥനായിട്ടുള്ള സുരേഷ്, അതോടൊപ്പം ഭാര്യ, അതോടൊപ്പം 3 മക്കൾ അവരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാണുന്ന നമ്മൾ ഈ വീട്ടിൽ കാണുന്ന ഈ മുറിയിലായിരുന്നു അവർ ഉറങ്ങിയിരുന്നത്. പെട്ടെന്ന് ശബ്ദം കേട്ടാണ് പുറത്തേക്ക് എത്തിയത്. അപ്പോൾ കാണുന്നത് ഈ മതിൽ അപ്പാടെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് പതിച്ച കാഴ്ചയാണ് അവർ കണ്ടത്. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് ആ വീടിൻ്റെ ആ ചുമരും അതോടൊപ്പം തന്നെ ആ തറയുടെ ഭാഗം മാത്രമാണ്. ആ മണ്ണും ഇടിയാനുള്ള സാധ്യത ഇപ്പോഴുണ്ട്. വീട് പൂർണ്ണമായും തന്നെ അപകടാവസ്ഥയിലാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാം. ഇപ്പോൾ വീട്ടിലെ ഗൃഹനാഥനായിട്ടുള്ള സുരേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ശരിക്കും നിങ്ങൾക്കൊരു പെട്ടെന്നൊരു ഞെട്ടലുണ്ടാക്കിയല്ലേ? ഞെട്ടലുണ്ടാക്കിയ പിന്നെ എല്ലാവരും പുറത്തേക്ക് പാഞ്ഞു. കുറേ നഷ്ടമായി. കെട്ടിപ്പത്തിക്കണ അത്രയൊക്കെ ചെലവുണ്ട്. കുറേ നഷ്ടത്തിൽ നഷ്ടമായി. എന്താക്കാൻ കഴിയുന്നില്ല. ജീവൻ കിട്ടിയതിൻ്റെ രക്ഷയാണ്. തൽക്കാലം മാറി താമസിക്കാൻ എവിടെയും നമുക്ക് ഒരു സൗകര്യമില്ല. ഇതന്നെ നമുക്കില്ലത്, വേറെ സൗകര്യമില്ല. ഇപ്പോൾ ഒരു പണിയെടുക്കുന്നതാണ്. കൂലി പണിയെടുത്തിട്ട് നമ്മൾക്ക് എന്താക്കാനായിട്ട് വാടക കൊടുക്കാവുന്നതാ, വീട്ടിൽ ചിലവ് നോക്കുന്നതാ, എല്ലാക്കണം. അതുകൊണ്ടാണ് ഇത്ര കുറേ നഷ്ടമായിപ്പോയി. ഒരു മഴ കൂടി പെയ്താൽ എല്ലാം വീഴും. ശരിയെന്നെ. പിന്നെ എന്താക്കുന്നത് അല്ല, ദൈവം എങ്ങനെ വെക്കുന്നത് ഇപ്പോൾ ലാട്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. പിന്നെ എന്താക്കുന്നത് റോഷ്നി, അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു മഴ കൂടി, അതായത് ഇനിയിപ്പോൾ നാളെ കാസർഗോഡ് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. വരും മണിക്കൂറുകളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മുന്നറിയിപ്പായി ഉള്ളത്. അപ്പോൾ ഇനി ശക്തമായി മഴ പെയ്താൽ സ്വാഭാവികമായും ഈ വീടിൻ്റെ ഈ അവശേഷിക്കുന്ന ഈ മണ്ണുകൂടി ഇടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീട് അത്തരത്തിൽ അപകടത്തിലാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇവർക്ക് പെട്ടെന്ന് മാറി താമസിക്കാനുള്ള മറ്റിടങ്ങളൊന്നുമില്ല എന്നതാണ് പറയുന്നത്. എന്തായാലും ഇതിൽ അധികൃതരുടെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതാണ്. ഇവർക്ക് വേണ്ട സുരക്ഷ, അതോടൊപ്പം തന്നെ ഈ അപകടാവസ്ഥ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ അതിൽ കൃത്യമായ ഒരു ഇടപെടൽ വേണം എന്നതാണ് നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അവരോട് ആവശ്യപ്പെടാനുള്ളത്. നിലവിൽ വീട് അപകടാവസ്ഥയിലാണ്. ഇവർ ഇവിടെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവരെ ഒരുപക്ഷെ പഞ്ചായത്ത് അധികൃതരൊക്കെ ഇടപെട്ട് മാറ്റി താമസിക്കാനുള്ള സാധ്യതയുമുണ്ട്. വളരെ സാധാരണക്കാരായ കൂലിപ്പണി തൊഴിലാളികളായിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇനി ആ വീട് സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൂടി ഞങ്ങളിത് വെക്കുകയാണ്.